ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ സ്കൂൾ വിട്ട് വന്നതിന് ശേഷം വേഗം ഒരു ഗ്ലാസ് ചായ വെച്ചു. ചായയും ഒരു പപ്സും കഴിച്ചു. എന്നിട്ടോ അച്ഛൻ അങ്ങാടിയിൽ നിന്ന് വരുമ്പോൾ 2-3 കയ്പൊക്കെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അത് മുറിക്കലാണേ, കഴുകിയിട്ടാണ് മുറിക്കുന്നത്. അങ്ങനെ അത് ചെറുങ്ങനെ കൊത്തിയരിഞ്ഞിടലാണേ. കയ്പൊക്കെ പൊതുവെ ആരും അങ്ങനെ കഴിക്കാറൊന്നുമില്ല. കയ്പ്പാന്ന് പറഞ്ഞിട്ട് അത് ആരും കഴിക്കൂല. ഞാനും അച്ഛനും അമ്മയും മാത്രമേ കയ്പൊക്കെ കഴിക്കാറുള്ളൂ. എന്നാലും എനിക്ക് നല്ല ഇഷ്ടമാണ്. ചോറിൻ്റെ ഒക്കെയൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കയ്പക്ക. ഞങ്ങൾ അധികം പച്ചക്കറിയൊന്നും വാങ്ങിക്കാറില്ല. ഞങ്ങൾ അപ്പം വൈകുന്നേരം മീൻകറി തന്നെയായിരിക്കും. ഇവിടെയുള്ള എല്ലാവർക്കും മീൻകറിയാണ് ഇഷ്ടം. മീൻകറിയും അച്ചാറും എപ്പോഴെങ്കിലും വറവും അങ്ങനെ ആക്കുവേ. അങ്ങനെ ഇന്ന് കിട്ടിയത് കയ്പക്കയാണ്. അപ്പോൾ അതൊക്കെ ക്ലീനാക്കി മുറിക്കലാണേ. അല്ലിക്കുട്ടനൊന്നും ഇത് തൊട്ട് നോക്കൂലേ. അല്ലിക്കുട്ടന് ചോറുണ്ടൊക്കെ പപ്പടം മാത്രമേ പറ്റുള്ളൂ. മീൻകറി കൂട്ടൂല, കയ്പക്ക വറവ് കൂട്ടൂല, ഒന്നും അങ്ങനത്തെ ഒന്നും കൂട്ടൂല കേട്ടാ. അവന് വേറെ തന്നെ സ്പെഷ്യലാക്കി കൊടുക്കണം. അമ്മ മീനൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ടായിന്. ഇനി മീൻകറി ആക്കണം. മീൻ മറ്റേ ആ ചെമ്പല്ലി മീനാണ്, ആ തോല് പൊളിക്കുന്ന മീനാണേ കിട്ടിയിട്ടുണ്ടായിന്. അത് മീൻ മാർക്കറ്റിൽ നിന്ന് തന്നെ മീനിൻ്റെ തോലെല്ലാം പൊളിച്ചിട്ടാണ് തരുക. ഞാൻ വരുമ്പോൾ അമ്മ ചേമ്പൊക്കെ വെച്ചിട്ടുണ്ടായിനെ. അപ്പോൾ വന്നപാട് അത് കുറച്ച് കഴിച്ചു. അങ്ങനെ കയ്പക്കയൊക്കെ കൊത്തി അരിഞ്ഞിട്ടുണ്ട്. അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഞെരടി കൊടുക്കണേ. എന്നാലും ഞെരടി കൊടുത്ത് ഒരു 5-10 മിനിറ്റ് അവിടെ വെച്ചിട്ടാകുമ്പം ആക്കിയാൽ നല്ലോണം കയ്പൊക്കെ മാറിക്കിട്ടുന്നതാണ് പറയുന്നത് കേൾക്കുന്നത്. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. നല്ലോണം ഉപ്പൊക്കെ ഇട്ട് നല്ലോണം ഞെരടി എടുത്തു. എന്നിട്ട് അതിലേക്ക് ഒരു 3-4 പച്ചമുളകും മുറിച്ചിട്ടു, ചെറിയ ഉള്ളി 2 മുറിച്ചിട്ടു. വെളുത്തുള്ളി ചതുക്കിയിട്ടാൽ നല്ല ടേസ്റ്റായിരിക്കും. പൊതുവേ വറവിനൊക്കെ നല്ല എരിവുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. അങ്ങനെ ഒരടുപ്പത്ത് ഞാൻ മീൻകറിക്ക് വേണ്ടി സെറ്റാക്കി, ഇപ്പുറത്തെ അടുപ്പത്ത് ഞാൻ കയ്പക്ക വറവിന് വേണ്ടി സെറ്റാക്കിയേ. അങ്ങനെ 2 അടുപ്പത്താക്കി. വെളിച്ചെണ്ണ ഒഴിച്ചു. കടുക് ഉണ്ടായിട്ടില്ല കേട്ടോ. കടുക് കറക്റ്റ് സമയത്ത് തീർന്നു പോയി. അതുകൊണ്ട് കടുകില്ലാണ്ട് കയ്പക്ക വറവാക്കിയേ. ഇനി മേണിക്കാനൊന്നും പോകാൻ കഴിയില്ല. അതുകൊണ്ട് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് കയ്പക്ക മുറിച്ചിട്ടത് ഇട്ടുവേ. വെളുത്തുള്ളി ചതുക്കി ഇട്ട് കൊടുത്തു. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് കുറച്ച് വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. ഞാൻ പൊതുവേ വറവൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ വെള്ളം ഒഴിക്കാറില്ല കേട്ടോ. വെള്ളം ഒഴിച്ചാൽ എന്തോ ഒരു പോലെ എനിക്ക് ഒരു ടേസ്റ്റ് കിട്ടില്ല എനിക്ക്. ഞാൻ അതുകൊണ്ട് അടച്ച് വെച്ചിട്ട് അങ്ങനെ ചെറുങ്ങനെ വേവിച്ചെടുക്കലാണേ. അങ്ങനെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു. വെളുത്തുള്ളി ചതുക്കി വെച്ചിട്ടുണ്ട്, അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു. നല്ലോണം വേവാൻ വെച്ചു. വെന്തിട്ടാകുമ്പോൾ കുറച്ച് തേങ്ങ ചിരണ്ടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ഇപ്പുറത്തെ അടുപ്പത്ത് ചട്ടി വെച്ചു. അതിൽ കുറച്ച് തക്കാളിയും ഉള്ളിയും, ഞാൻ പൊതുവേ ഉള്ളി ഇടാറില്ല എന്ന് വിചാരിച്ചു ഉള്ളി ഇടാമെന്ന്. അങ്ങനെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ മുറിച്ചിട്ട് ഇട്ട്. ഇപ്രാവശ്യം പൊടിച്ച മുളകിന് കുറച്ച് കളർ കുറവാണ്. അതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കിയിട്ടാണ് ഇടാറുള്ളത്. അങ്ങനെ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കലാന്ന്. എൻ്റെ കുറച്ച് നല്ലോണം തിളച്ചിട്ടാകുമ്പം മീൻ ഇട്ട് കൊടുക്കുവേ. വറവിന് വേണ്ട തേങ്ങ പൊട്ടിക്കലാണ് കേട്ടോ. തേങ്ങ പൊട്ടിച്ച് കുറച്ച് തേങ്ങ ചിരണ്ടി വറവിലേക്ക് ഇട്ട് കൊടുക്കും. തേങ്ങ ഇട്ടാൽ പൊതുവേ വറവൊക്കെ നല്ല ടേസ്റ്റ് അല്ലേ. തോരൻ, നമ്മൾ വറവ് എന്നൊക്കെയാണേ പറയാറ്. അങ്ങനെ തേങ്ങയൊക്കെ ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കിയേ. അപ്പോഴേക്കും മീൻ കറിയുടെ കറി തിളച്ച് വരുന്നുണ്ടായിന്. അതിലേക്ക് മീനും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ മീൻ കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.